നമസ്കാരമുണ്ടേ. ഓ ഇന്ന് തന്നെ റിലീസിംഗ് ഡേറ്റ് അല്ലേ? ഓ കളിയാക്കല്ലേ സാറേ. സാറിനെ പോലെ എല്ലാരെയും ഒരു കുറ്റവും ഇല്ലാതെ ദൈവം സൃഷ്ടിക്കത്തില്ലല്ലോ. മണിക്കൂർ 2 ആയിട്ട് ഞാൻ സാറിനെ കാത്തിരിക്കുമായിരുന്നു ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോവാൻ. സാറിനെ കാണാതെ ഞാൻ പോകത്തില്ലായിരുന്നു കേട്ടോ. ഇന്ന് ശ്രീമതിയുടെ ബർത്ത്ഡേ, കുടുംബസമേതം ഒരു ക്ഷേത്ര ദർശനം. അതൊക്കെയല്ലോ കുടുംബത്തിന്റെ ഒരു സന്തോഷം. അതാ ഞാൻ ലേറ്റ് ആയത്. ഓ ഒന്നും പറയണ്ട സാറേ, രാവിലെ മുതൽ മനസ്സിനൊരു സുഖവും ഇല്ല, ആകെപ്പാടെ ഒരു ടെൻഷൻ. അതിന് ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലോ. നമുക്കൊക്കെ എന്ത് സന്തോഷം സാറേ. വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന പോലെയല്ലേ ഇറക്കി വിടുന്നേ. അവിടെ എല്ലാരും നെഞ്ചത്തിടിയും നിലവിളി. നമ്മുടെ വീട് ഇതാ സാറേ. ഞാൻ എളുപ്പഞ്ഞു വരും. സാറിന്റെ റിട്ടയർമെന്റ് നമുക്ക് സൂപ്പർ ആക്കണം. തിരിച്ചു വരണമെന്ന് ഞാൻ പറയില്ല. ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ ജയിലെന്നൊക്കെ ചിലർ വേമ്പ് പറയും. പക്ഷെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് നല്ല നല്ല അന്തസ്സുള്ള കുടുംബജീവിത. ഓ മൂക്കി പല്ലു വന്ന സമയത്ത് നമുക്കെന്ത് കല്യാണം, നമുക്കെന്ത് കുടുംബജീവിതം. അതൊക്കെ നടക്കൂടും. അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളല്ലോ സാറേ. നമ്മുടെ തൊഴിലിനും യോഗ്യതയ്ക്കും സ്റ്റാറ്റസിനും പറ്റിയ ആളെ കിട്ടണ്ടേ. ഓ നിന്റെ സ്റ്റാറ്റസിന് പറ്റിയതല്ലേ, അത് കിട്ടാൻ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവില്ല. സാറേ ഇത് നമ്മുടെ ജയിലുണ്ടായിരുന്നു തന്നെയാന്ന്. പിന്നല്ലാതെ ആഞ്ചയിലും പെഞ്ചയിലും തമ്മിൽ തിരിക്കുന്ന മതിലില്ലായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു കുടുംബമായിട്ട് സുഖമായിട്ട് ചപ്പാത്തിയൊക്കെ പരത്തിയാൻ കഴിഞ്ഞോണ്ടേ. എന്നാ പിന്നെ ഞങ്ങൾക്ക് പേരെടുക്കാനോ നേരം കാണും. ചെല്ല് ചെല്ല്. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ഓൾസോ. കൊണ്ടുപോകാൻ ആരും വന്നില്ലേ? എന്നെയും കൊണ്ടുപോകാൻ ആരും വന്നില്ല. ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസക്കൊക്കെ ഇപ്പൊ എന്നാ വിലയാന്നറിയാവൂ. ഒന്ന് പരിചയപ്പെടണ്ടേ? സുല്ല് ഞാൻ വിട്ടു. എന്നാ പണിയാവും കാണിച്ചത് അണ്ടേ അല്ല പറ്റിയായിരുന്നു. ആ വണ്ടി കേട്ടോ. ഇപ്പൊ ആക്സിഡന്റ് ആയി കൊണ്ടുവന്ന ലേഡിയുടെ കൂടെ വന്ന ആളല്ലേ? അതെ. പോയി ചീട്ടെടുത്തിട്ട് വരൂ. ഒരു ചീട്ട് വേണം. പേര് 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 പിന്നെ പേര് പറയൂ മിസ്റ്റർ. മേരിക്കുട്ടി. വയസ്സ് ഒരു 35 അല്ല 30 വേണ്ട 29. അഡ്രസ്സോ? നിർബന്ധമാണ്. അതെ, എളുപ്പം പറയൂ. എന്നാ ജയിൽ വളപ്പിൽ വീട്, സെൻട്രൽ ജയിൽ PO, കണ്ണൂർ. 100. ഓ ഈ ചീട്ടിന് 100 ആണെങ്കിൽ ചികിത്സ കഴിയുമ്പോ എത്രയാവും? അതൊക്കെ ചികിത്സ കഴിയുമ്പോ പറയാം. പറയണേ. അയ്യോ ഇതെവിടെ കൊണ്ടുപോവാ? സ്കാനിങ്ങിന് അവിടെ ഉണ്ടാവണം. വാ. കണ്ണ് തുറന്നായിരുന്നു? ഇല്ല. എന്നതാ സിസ്റ്ററെ കുഴപ്പം? പേടിക്കാനൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ല. പേടിക്കാനുണ്ട്. എസ് ഐ വിളിക്കുന്നു. എന്നാ വാടോ.
എന്താണ് പേര്? സാംസൺ. അതൊരു ടിവിയുടെ പേരല്ലേ? ടിവിയുടെ പേര് സാംസങ്. ആ. എന്റെ പേര് സാംസൺ. ആയിക്കോട്ടെ. ആരെ വണ്ടി ഇടിച്ചു കൊണ്ടെന്ന്? അറിയത്തില്ല. പിന്നെന്തറിയാം? ജയിലിൽ നിന്ന് ഇറങ്ങിയാന്നറിയാം. അത് തനിക്ക് എങ്ങനെ അറിയാം? അതിപ്പോ ഞാനും അവിടെ നിന്ന് ഇറങ്ങിയതാ സാറേ. ഓഹോ, അപ്പൊ സൽസ്വഭാവിയാണ്. അത്രയ്ക്കൊന്നുമില്ല, ഒരു സ്വൽപ്പം. താൻ അവരുടെ എന്തൊക്കെ അടിച്ചു മാറ്റി? ഞാനോ? എന്റെ പൊന്ന് സാറേ, ഇല്ലാ വചനം പറയരുത്. ഈ മോഷണം എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. തെറ്റല്ലേ? പിന്നെ ഭയങ്കര തെറ്റല്ലേ? ആ. പരിശോധിക്കണോ ഇയാളെ? ഈ ബാഗ് വേറെ ആരും എടുക്കാനില്ലാത്തോണ്ട് ഞാനെടുത്ത് ഓടയിട്ടതാ. നോക്ക് നോക്ക്, ബാഗിന്റെ പൊന്ന് സാറേ, മുണ്ടഴിഞ്ഞു പോകും. മുണ്ടഴിഞ്ഞു പോകുന്നേ. അയ്യോ അയ്യോ, എന്റെ സാറേ, എന്റെ പൊന്ന് സാറേ, അത് ആകപ്പാടുള്ള തുണിമണിയാ. ഓ അയ്യോ അയ്യോ, അതൊക്കെ പിടിക്കില്ലേ? ജയില് ദോശ ഉണ്ടാക്കിയ കാശ്. ചുമ്മാ ഇറങ്ങിക്കണ അവിടെ. അയ്യോ, പോക്കറ്റ് കേട്ടില്ലേ? പോക്കറ്റ് കേട്ടില്ലേ? മൊബൈല്. അയ്യോ സാറേ സാറേ, കൈ കാണാൻ കൊള്ളാമല്ലോടോ. അലോക്യ സുന്ദരി മുഖം തവ മന്ദഹാസം. ആരാടോ ഇത്? ഇതാണ് സാറേ വണ്ടി ഇടിച്ച സ്ത്രീ. ഇവളെ താനെന്തിനാ കൈക്കകത്ത് തിരികെ? അത് തട്ടിപ്പോയ പത്രത്തിലെങ്ങാനും കൊടുക്കേണ്ടി വന്നല്ലോ. ഓ, ദീർഘവീക്ഷണം. വളച്ചോ? അതിനു മുമ്പ് വണ്ടി ഇടിച്ചില്ലേ? മരിച്ചിട്ടില്ല. അതാണ് പ്രതീക്ഷ. അപ്പൊ പ്രതീക്ഷയുണ്ട്. അതൊക്കെയല്ലേ സാറേ ജീവിതം. മേരിക്കുട്ടിയുടെ ബൈസ്റ്റാൻഡർ അല്ലേ? കണ്ണു തുറന്നായിരുന്നോ? തുറന്നു. ഇത്രയും മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം. ഈ മരുന്ന് സാറ് വാങ്ങിക്കണോ അതോ ഞാൻ വാങ്ങിക്കണോ? താൻ മേടിക്കും. എങ്കിൽ ആ ഫോട്ടോ ഇങ്ങ് തന്നെ, കണ്ടത് മതി. എടോ, അലോക്യ സുന്ദരി. ഇല്ല, എടുക്കില്ല. ഫോൺ എടുക്കും മനുഷ്യ. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. ഇന്ന് മോങ്ങാനായിട്ട് അച്ചായ നിങ്ങളോട് എന്നാ ചെയ്തെന്നാ? എനിക്ക് കേക്കണ്ട, എനിക്ക് കേക്കണ്ട. കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അച്ചായ നേരത്തെ വിളിച്ചപ്പോ തൊട്ട് ഇവിടെ ഒരാളിരുന്ന് കരച്ചില്ല. സങ്കടം മാറാൻ കുടിയും. ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. ഇവൻ എന്നാ പറ്റിയതാ? എന്നെ വിഷമിപ്പിക്കില്ലെന്ന് പറയാം അവനോട്. ആകെപ്പാടെ ഉള്ള ഒരു ചങ്ങാതിയാ. അവന്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയല്ലേ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. കാര്യം പറഞ്ഞാൽ മനസ്സിലായെന്ന് വെച്ചാൽ എന്നായി. ഹലോ ഹലോ, അച്ചായൻ കട്ട് ചെയ്തു. തൊലി വെളുത്ത പെണ്ണിനെ കണ്ടപ്പോ അങ്ങനെ എന്നെ മറന്നു. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ കണ്ണിൽ എന്നെ ഒഴിച്ചിരുന്നത് എന്തായി? ഒഴിച്ചത് എണ്ണയല്ല, ബ്രാൻഡിയാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കുടിയാ. കിടന്നോ. ഇടിച്ച വണ്ടി നിർത്താതെ പോയി. വണ്ടി കണ്ടാലറിയാം, തമിഴ്നാട് നമ്പറാ. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഞാൻ സാംസൺ, ഫീൽഡ് അറിയപ്പെടുന്ന സാങ്കുട്ടി എന്നാ. 3 കൊല്ലമായിട്ട് ഞാനും അകത്ത് തന്നെ ഉണ്ടായിരുന്നു. വധശ്രമം സെക്ഷൻ 307. കേസ് വായിച്ച ഞാൻ തന്നെയാ. വാദിച്ച് ഞാനൊരു നല്ല വക്കീലായെന്ന് എല്ലാവരും പറയുന്നത്. അയ്യോ, പതുക്കെ തലേനെ കണ്ട. സ്കാനിങ് എല്ലാം കഴിഞ്ഞു, എല്ലാം ഓക്കെയാ. നെറ്റിയിലെ മുറിവ് മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ചത്തുപോയില്ലല്ലോ, അത് തന്നെ മഹാഭാഗ്യം. വീട്ടിലെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറയാം. അവരാരെങ്കിലും വന്നാൽ ഒരു സഹായം ആവുമല്ലോ. 98. ആര് പറഞ്ഞിട്ട് വിളിക്കാന്ന് പറയണം. മല്ലിക. ചീട്ട് എഴുതിപ്പിച്ചപ്പം ഞാനിട്ട പേര് മേരിക്കുട്ടി എന്നാ. എന്റെ വീടിനടുത്തുള്ളതാ. ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ പശ പോലെയാ. മനസ്സിൽ ഒട്ടിപ്പിടിച്ചാ പിന്നെ പറിച്ചു കളയാൻ വലിയ പാടാ. ഈ നമ്പർ നിലവിലില്ലെന്നാ പറയുന്നേ. വേറെ നമ്പർ എന്തെങ്കിലും? ഇല്ല. വീടെവിടാ? കരിപ്പം. ഒരുപാട് ദൂരെയാ, കുടകിനടുത്ത്. ഓ, അപ്പൊ പിന്നെ പോയി ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാമെന്ന് വെച്ചാ അതും പാടാ. എന്നാ പിന്നെ ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. എന്നതാ സിസ്റ്ററെ? 20,000 റുപ്പീസ് കൗണ്ടറിൽ അടച്ച് ബില്ലും റെസിപ്റ്റും വാങ്ങിക്കണം. 20,000 റുപ്പീസോ? അതെ, MRI തന്നെ 12 ബില്ലടച്ചാലേ ഇനി ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൂ. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ എന്നാ ചെയ്യാനാ സിസ്റ്ററെ? എനിക്ക് ഇങ്ങനെ പറയാനേ അറിയൂ. കാശ് കൊടുക്കാതെ ചികിത്സിക്കാനേ ഇത് ധർമാശുപത്രി ഒന്നും അല്ല. കുറച്ചുകൂടെ ഡീസന്റ് ആയിട്ട് സംസാരിക്കണം.
തലേ തൊപ്പി വെച്ച് വെളുത്ത ഉടുപ്പിന് നടന്ന നഴ്സാകത്തില്ല. ഒരു നഴ്സാണെങ്കിൽ നെഞ്ചിനകത്തുള്ള സാധനങ്ങൾ വേണം. കരുണ, സ്നേഹം, ദയ, സത്യസന്ധത, സഹാനുഭൂതി, വാത്സല്യം. ഇനി Who are you? യു I am doctor. ഐ എം പേഷ്യന്റ് ഇവിടെ വന്നാൽ എന്താ സിസ്റ്റർ പ്രശ്നം? ബില്ല് അടയ്ക്കാൻ പറഞ്ഞതിന്റെ ബഹളാ ഡോക്ടറെ. അങ്ങനെ അങ്ങ് ബില്ലടയ്ക്കാൻ പറ്റുമോ? ഇവിടെ ചികിത്സിച്ച അസുഖം ഭേദമാകുന്നുള്ളതിന് എന്താ ഉറപ്പ്? ഞങ്ങൾക്കാണെങ്കിൽ ചികിത്സിക്കാൻ അറിയത്തില്ല, നിങ്ങൾക്ക് ചികിത്സിക്കാൻ അറിയുമെന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആദ്യം ചികിത്സ, അതിനുശേഷം പൈസ. പറഞ്ഞ നേരാ. മിസ്റ്റർ, നിങ്ങൾ എന്തു പറഞ്ഞാലും ബില്ല് അടച്ചേ പറ്റൂ. ഡോക്ടറെ ഭാര്യയെ വണ്ടി ഇടിച്ച് റോട്ടിൽ കിടന്ന ഡോക്ടർ ഭാര്യയെ ആശുപത്രി എത്തിക്കൂ, അതോ പൈസ എടുക്കാൻ ബാങ്കിൽ പോകും? ഞാൻ പറഞ്ഞ ന്യായം. നാളെ നേരം വെളുത്ത് ബാങ്ക് തുറക്കാതെ പൈസ കിട്ടത്തില്ല. അല്ലെ പേഷ്യന്റ് ഇവിടെ കിടന്നോട്ടെ, പൈസ അടച്ചിട്ട് തിരിച്ചു തന്നാ മതി. എന്താ അതിനായല്ലേ? പിന്നെ ഡോക്ടറിങ് വന്നേ. ഡോക്ടർ ഇത് ചളം കേസാ, ഒതുക്കി തീർക്കുന്ന ബുദ്ധി. നാളെ വല്ല പത്രക്കാരറിഞ്ഞാലേ നാണക്കേട് നമുക്കിവിടെ. അതുകൊണ്ട് ഡോക്ടർ വെക്കോ. സാറേ, നാളെ രാവിലെ ബാങ്കൊക്കെ തുറന്ന ശേഷം സാറ് സാവധാനം ക്യാഷ് അടച്ചാൽ മതി. പ്രശ്നം തീർന്നില്ലേ? അങ്ങനെ മര്യാദക്ക് സംസാരിക്കേ. ആ ദേ, ഇതിന്റെ പേരിലെങ്ങാനും അവൾക്ക് മരുന്ന് കൊടുക്കാതിരിക്കോ മറ്റോ ചെയ്താ ഡോക്ടറാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഞാൻ ഡോക്ടറല്ല, സിസ്റ്ററാ. എല്ലാ സിസ്റ്ററും എനിക്ക് സിസ്റ്റർ അല്ല സിസ്റ്ററെ. ഞാനല്ലേലും അങ്ങനെ നാക്കെടുത്ത് വെച്ചൊരു 4 അടിപ്പൻ ഡയലോഗ് അടിച്ചാൽ ആരായാലും വീഴും. അപ്പം വിളിച്ചു സാറേന്ന്, നമ്മളെ സാറേന്ന്. പക്ഷേ നാളെ രാവിലെ 10 കഴിഞ്ഞാൽ പറഞ്ഞത് പാമ്പാവും. തിരിച്ചു കൊത്തും മുമ്പ് ഒന്നിൽ പൈസ അല്ലെങ്കിൽ എന്റെ കയ്യില് ഒരു 5000 രൂപയുടെ അടുത്തേ ഉണ്ടാവൂ. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൂട്ടിയാലും 20,000 തികത്തില്ല. അപ്പൊ പിന്നെ ഒരു വളഞ്ഞ വഴിയെ മനസ്സിൽ തോന്നുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പേ മുങ്ങുക. ഞാൻ പുറത്ത് കാത്തു നിൽക്കാം. ആര് ചോദിച്ചാലും ചായ കുടിക്കാൻ പോണെന്ന് പറഞ്ഞാൽ മതി. ബാക്കി കാര്യം ഞാൻ ആയിക്കോട്ടെ. എടുത്തിട്ടില്ല, എടുത്തായിരുന്നു. പിൽസ് കഴിച്ചോണേ. എന്റെ ഫോൺ നമ്പർ എഴുതിയ പേപ്പർ ബാഗിൽ വെച്ചിട്ടുണ്ട്. വീടെത്തുമ്പോ ഒന്ന് വിളിച്ചാൽ സമാധാനമാവും. തനിച്ചു പോയാ വീടെത്തുമെന്ന് തോന്നുന്നില്ല. പോയിട്ട് ധൃതിയില്ലെങ്കിൽ. അയ്യോ, അതിനെന്നാ പ്രയാസം? ആ ബാഗ് തന്നെ. പോകുന്ന വഴിക്ക് സംക്രാന്തിയിൽ ഇറങ്ങി ദാസന്റെ വീട്ടിലൊന്ന് കയറണം. എന്റെ കൂടെ ജയിലിൽ കിടന്ന ആളാ, നല്ലവനാ. അവന്റെ ഭാര്യ ഗർഭിണിയാ. കുറച്ച് പൈസയും 5-6 എഴുത്തും കൊടുക്കണം. അത്രേ താമസമുള്ളൂ. കൊല്ലം 5 ജയിലില്. ഇനിയിപ്പോ വീടെത്താൻ 1 ദിവസം കൂടി താമസിച്ചു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാനുമില്ല, നേടാനുമില്ല. അപ്പോ കൊലപാതകമായിരുന്നു. വേണ്ട, നന്നായിട്ട് ഉറങ്ങി. ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടായി അല്ലേ? നമുക്കിഷ്ടം തോന്നുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞുകൂടാ. അതൊരു സന്തോഷമാണ്. എന്തായിരുന്നു ജോലി? ജോലി മോഷണം, പിന്നെ അല്ലറ ചില്ലറ കൂലിത്തല്ല്. ആകാശത്തിലെ പറവകളെ പോലുള്ള ജീവിതം. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. ആരെങ്കിലും ശേഖരിച്ചു വെച്ചത് അടിച്ചു മാറ്റി ഹാപ്പിയായിട്ട് ജീവിക്കും. ജാതകത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്, മകൻ നക്ഷത്രം, മേടൻ രാശി. മോഷ്ടിച്ചില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനായിട്ട് എതിർത്താൻ പോയില്ല. പക്ഷേ ഇപ്പം ജയിലിൽ പോയത് മോഷണക്കുറ്റത്തിനല്ല. ഞാൻ ചെറുവത്തൂർ എൻ്റെ നാട്ടിൽ രാത്രി ഒരു 12 മണിക്ക് എൻ്റെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് റെയിൽവേ ട്രാക്കിൽ കൂടെ വരികയായിരുന്നു. എന്റെ കർത്താവിശ്വമശിയെ, ഇത് പോളി ചേട്ടനല്ലേ? ചേട്ടന് എന്നാ പറ്റിയത്? ഇതെന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? പറയട്ടെ, അടുത്ത ഞായറാഴ്ച മേരിക്കുട്ടിയുടെ കല്യാണമല്ലേ? അത് നടക്കില്ല. നടക്കല്ലേ? എന്നാ കാര്യം? അത് മേരിക്കുട്ടിക്ക് ഇടാനുള്ള പൊന്നിന്റെ കാര്യം ഏറ്റത് ആഞ്ഞിലിക്കൽ ജോസാ. കെട്ടിന് കാശ് കൊടുക്കാന്ന് പറഞ്ഞ അവൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് അവൻ വാക്ക് മാറ്റി. കാശ് കൊടുത്താലേ പൊന്നു തരൂന്ന്.
ഞാൻ കൂട്ടിയെ കൂടില്ല. എന്റെ മുന്നിൽ വേറെ വഴിയില്ല. സാക്കുട്ടി പോയിക്കോ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചത്തതുകൊണ്ട് മേരിക്കുട്ടിയുടെ കല്യാണം നടക്കുമോ? ഇല്ല. അതും പോരാഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ അവൾക്ക് കണ്ണീരും അപ്പന്റെ വക സമ്പാദ്യം രാഗാൻ നടക്കുന്നു. കട്ട മുതൽ കൊണ്ട് മോളെ കെട്ടിക്കാൻ തയ്യാറാണ് എങ്കിൽ സ്വർണം ഞാൻ കൊണ്ടുതരാം. ആരും അറിയത്തില്ല. പൊളിയേട്ടൻ വാ, കല്യാണം നടക്കും. ഈ മേരിക്കുട്ടി തന്നെ ആശുപത്രി ചീട്ടിലെ മേരിക്കുട്ടി. സൈക്കിളും ചവിട്ടി ഒരുപാട് നാൾ അവളുടെ പുറകെ നടന്നിട്ടുണ്ട്. കുടുംബ മഹിമയുടെ ഗുണം കൊണ്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്ന് വെച്ച് ആഗ്രഹം തീരത്തില്ലല്ലോ. ഒരു ദിവസം കള്ളു കുടിച്ച് 4 കാലേ നിൽക്കുമ്പോഴാ ദാണ്ട നിൽക്കുന്നു അവളുടെ അപ്പം പോളിയിട്ട മുമ്പിൽ. പേടിച്ച് നിർത്തി പറഞ്ഞു, മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടം, കെട്ടിച്ചു തരണമെന്ന്. പുള്ളിക്കാരൻ്റെ നല്ല ബുദ്ധിക്ക് തല തെറിക്കുമ്പോൾ ഒരാട്ടും 4 തെറി അത്രേ പറഞ്ഞുള്ളൂ. അടിച്ചതൊക്കെ കത്തിപ്പോയി. അതോടെ ആ പൂതി ഞാനങ്ങ് വിട്ടു. ഒടേ തമ്പുരാൻ്റെ ഓരോ കോമഡി നോക്കണേ. കെട്ടാൻ ആഗ്രഹിച്ച പെണ്ണെ കെട്ടിച്ചു വിടാനുള്ള യോഗം ആ പുള്ളിക്കാരൻ എന്നെ ഏൽപ്പിച്ചു. അതുകൊണ്ട് അവളെ അന്തസ്സായിട്ട് കെട്ടിച്ചു വിടാൻ ഞാനങ്ങ് തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാത്രി പോയി ഒരു വീട്ടിൽ കയറി. വാടി ഇവിടെ വിടത്തില്ല. ഞാനേ ഇങ്ങനൊന്നും ജീവിക്കേണ്ടവളല്ല. ഞാനും നീ എന്റെ ചക്കരയല്ലടാ. എനിക്ക് നാണം. ഒരു നാണം. ദേ, ഒരു സുന്ദരിക്കോത അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. അവളവിടെ കിടന്ന് ഉറങ്ങട്ടേത്. ഉറക്കം കുറഞ്ഞ ഗ്ലാമർ പോകുന്നത്. അതായിരിക്കും വരാത്തത്. കുട്ടികളില്ല. രാവിലെ തിരുവനന്തപുരത്ത് പോണ്ടതാ. ഒരു കേസുണ്ടേ. ഇങ്ങനെ സമയം കളഞ്ഞാൽ നേരം വിളിക്കും. എത്ര പവനുണ്ടെന്ന് തൂക്കി നോക്കിയിട്ടില്ല. മേരിക്കുട്ടിയുടെ കഴുത്തിലിടാനുള്ളതും കല്യാണ ചെലവിനുള്ളതും ഇതിലുണ്ട്. എവിടുന്നാ എങ്ങനെയാണെന്നൊന്നും ഇപ്പം മേരിക്കുട്ടി അറിയണ്ട. അറിഞ്ഞ അവൾക്ക് സങ്കടമാവും. കാര്യം നടക്കട്ടെ. സാങ്കുട്ടി ഒന്നും പറയണ്ട. പോളിയിട്ട് ചെന്നാട്ടെ. കാര്യം നടക്കട്ടെ. ചെല്ല്. തട്ടിക്കൊഴിക്കണ പറഞ്ഞോ? ഓ, ഭയങ്കര ക്ഷീണം. ഇന്നലത്തെ നൈറ്റ് വർക്കിന്റെ. അപ്പൊ പിന്നെ സോഡ ഒഴിക്കണ്ട. ഒഴിക്കണ്ട. അച്ചായോ, പോകാനുള്ള വണ്ടി വന്നല്ലോ. ഓ, ഇനി കൊണ്ടുപോയിട്ട് എന്നെ എടുക്കാനാ? തൊണ്ടി പോലും ഇല്ല. തൊണ്ടി ഇല്ലല്ലേ? തൊണ്ടി ഉണ്ടടാ. തൊണ്ടി ഉണ്ടോ? എവിടെ? ഇവിടെ. ഒയ്യോ, ഞാൻ മാറ്റി നല്ലതൊക്കെ അടിയിൽ ഇട്ടോണ്ട് നടക്കണമെങ്കിൽ വേണം ഒരു യോഗം. ഇപ്പൊ വരും സാർ. പോയതാ. പോയതാണെന്നുള്ള സിമ്പിൾ കാണിച്ചാ. വിട് സാറേ, വിട് സാറേ. എന്തുവാ സാറേ ഇത്? പറഞ്ഞു തരാടാ. വാപ്പാ. എങ്ങോട്ട്? എടാ കൊച്ചാപ്പി, എന്തുവായി സാർ പറയുന്നേ? സാറിന് എന്തും പറയാലോ. എന്നാ പറ്റിയടാ? ഫിംഗർ ചിപ്സാ സാർ ഇപ്പൊ ഉണ്ടാക്കിയതാ. എന്തുവാ സാറേ ഇത്? മര്യാദയ്ക്ക് വന്ന് ജീപ്പിൽ കയറിയാൽ നിനക്ക് കൊള്ളാം. ഓ, ജീപ്പൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. വരട്ടാതെ സാറ് കാര്യം പറ. ഇന്നലെ രാത്രി നീ എവിടെയാ കയറിയത്? ഇന്നലെ രാത്രി എങ്ങും പോയിട്ടില്ല. എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സത്യം. ഇവൻ മോട്ടിക്കാൻ പോകുന്ന ദിവസമൊക്കെ നിന്റെ ഭാര്യയുടെ ഇടയ്ക്കാണ് ഇവനെ കിടത്തുന്നത്. അവന്റെ മേക്കിട്ട് കയറണ്ട. സാറിന് ഇപ്പൊ എന്തുവാ വേണ്ടേ? ആ ASI സോമന്റെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി നീ മോഷ്ടിച്ച 75 പവന്റെ സ്വർണം എവിടെ? ഏത് ASI? ഏത് സോമൻ? സാർ എന്തുവായി പറയുന്നേ? ആ ഉണ്ട വിഴുങ്ങിയോ? ആയിരിക്കും. അവന്റെ വീട്ടിൽ ഇത്രയും സ്വർണം? ഏയ് സാറേ, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമന്റെ കൊന്നുള്ള ഏർപ്പാട് വേണ്ട. ഞാൻ എടുത്താണെങ്കിൽ ഞാൻ പറയും ഞാൻ എടുത്തു. ഈ കണ്ടവന്റെ കൊച്ചന്റെ തന്തയാകാൻ എന്നെ കിട്ടത്തില്ല. സാറ് പോ. എടാ സോളമാ, ഒരു പൈൻ്റെ നീ സമ്മതിക്കലല്ലടാ. കൈ എടുക്ക സാറേ.
മുണ്ടേ പിടിക്കരുത്, മുണ്ടേ പിടിക്കരുത്, മുണ്ടേ പിടിക്കരുത്, മുണ്ടേ പിടിക്കരുത്. മുണ്ടേ പിടിക്കരുത്. മുണ്ടേന്ന് വിടാനാ പറഞ്ഞത്. വീട്ടിലെ കുഴപ്പവും കേറത്തില്ല, കേറത്തേ ഇല്ല. പിടിച്ചോണ്ട് പോയവനാ ജീവിക്കാതാ. അന്ന് ജോൺ സാറിനെ കൈതല്ലി ഓടിച്ചതിന് ചാർജ് ചെയ്തത് വധശ്രമത്തിനാണ്, 307. കേസ് വാദിച്ചതൊക്കെ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ശിക്ഷ 3 കൊല്ലത്തിൽ ഒതുങ്ങി. ഇടയ്ക്കൊരു പരോളും. അയ്യോ, കരയാൻ മാത്രമൊന്നുമില്ല. ഞാനതൊക്കെ ആലോചിക്കുമ്പോൾ ചിരിക്കാറാ പതിവ്. തല പൊട്ടാൻ പോകുന്ന പോലെ ഗുളിക കഴിച്ചില്ലായിരുന്നു. കഴിച്ചതാ, വേദന സഹിക്കാൻ പറ്റുന്നില്ല. സാറേ, ഇവിടെ അടുത്തങ്ങനെ ആശുപത്രി ഉണ്ടോ? ആ, കച്ചേരി പടിക്കലൊരു സർക്കാർ ആശുപത്രി ഉണ്ട്. വണ്ടി അങ്ങോട്ട് പോട്ടെ. ഇല്ലടി, ഞാൻ വരാന്നേ. നാളെ തന്നെ വരാം. സിസ്റ്ററെ, ഏ, ഡോക്ടർ എവിടെ? ഒരു മിനിറ്റ്. എന്താ? എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ എടുക്കും. തലവേദന കൊണ്ട് നിൽക്കാൻ മേല. അയ്യോ, ഡോക്ടർ 4 മണി കഴിഞ്ഞ് വരും. വീട്ടില് പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുക. വീട് എവിടാ? ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റാ. അങ്ങോട്ടൊന്നും പോകണ്ട. ഡോക്ടർ വലിയ ദേഷ്യക്കാരനാ. ഞാനും വലിയ ദേശക്കാരനാ. വന്നേ, സ്വല്പം ഒന്ന് നീങ്ങിരുന്ന്, സ്വല്പം. ഞാനിപ്പോ വരാം. ഇത് പുറത്തൊരു മെഡിക്കൽ ഷോപ്പുണ്ട്, അവിടെ പോയി വാങ്ങിച്ചോ. ശരി. ഇതെന്താ 50 രൂപയോ? 100 രൂപ എൻ്റെ ഫീസ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തന്നതാണല്ലോ. വന്നപ്പോഴല്ലേ തന്നത്, വെറുതെ കൊണ്ട് തന്നതല്ലോ. എന്റെ കയ്യിൽ ഇനി ഇല്ല ഡോക്ടറെ, അതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് വന്നേക്കരുത്. ചെല്ല് തങ്കപ്പൻ. ഡോക്ടറെ, ആശുപത്രി നിന്ന് വരുവാ. പെട്ടെന്ന് അവിടം വരെ ഒന്ന് വരണം. എൻ്റെ ഡ്യൂട്ടി ടൈം ആഫ്റ്റർ 4 o'clock. അപ്പൊ വരും. ചെല്ല്. അയ്യോ, ഇങ്ങനെ കണ്ണി ചോരയില്ലാത്ത വർത്തമാനം പറയരുത്. ബസ്സിൽ പോകുമ്പോൾ വയ്യാണ്ടിറങ്ങിയതാ. തലവേദന എടുത്ത് അവൾ ഇവിടെ കിടന്ന് ചാകാൻ പോവുക. ഡോക്ടർ ഒന്ന് വന്നേ പറ്റത്തുള്ളൂ. ചാകാൻ പോകുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകും. പോടോറങ്ങി. ഗെറ്റ് ഔട്ട്. ഇനി പോകാമായിരിക്കും. പോകാമായിരിക്കും എന്നാ വന്നാൽ. ആ, എല്ലാരും വന്നേ. ഡോക്ടർ ഇനി ആശുപത്രി വെച്ചേ നോക്കത്തുള്ളൂ. തങ്കപ്പൻ ചേട്ടനാന്നോ? അതെ. എന്നാ മുന്നിൽ ക്യൂവായിട്ട് ക്യൂവായിട്ട്. അച്ഛയാ, സാബു അല്ലേടാ ഇത്? അച്ഛൻ തന്നെ ഇവിടെ അതൊക്കെ പറയാം. വടിവാള് വല്ലതും ഉണ്ടോടാ വണ്ടിയില്? ഉണ്ടച്ചാ. എടുക്കടാ, കളി കഴിഞ്ഞ് വരുവാ. കൈവിട്ടി കളി. അപ്പൊ ഡോക്ടർ ചെന്നാട്ടെ. ആ, എല്ലാരും ചെല്ല്. അച്ഛനിത് എവിടുന്നാ? കണ്ണൂർ നല്ലാണ്ട് എവിടെന്നാ? ആഹാ, എവിടെന്ന് കിട്ടിയടാ ഇവന്മാരെ? ഫേസ് കട്ട് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. പേടിപ്പിക്കാൻ വേണ്ടി തന്നെ കൊണ്ടു നടക്കുക. ഇവറ്റകൾക്ക് ഭയങ്കര ഡിമാൻഡാണോ? ഒരു കാര്യം ആരാടാ? കിടന്നു. ഇത് സാബു, എന്റെ ക്ലോസ് ഫ്രണ്ടാ. 2.5 മാസം കണ്ണൂരുണ്ടായിരുന്നു. മർമ്മം നോക്കി വെട്ടാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ ഇവനാണ് കേരളത്തിൽ ബെസ്റ്റ്. ചേട്ടത്തി സാബുന്നാ ഞാൻ പറയപ്പെടുന്നത്. ഇങ്ങനെ പീക്കിരി പോലെ ഇരിക്കുന്നു വിചാരിക്കണ്ട. കല്യാണമൊക്കെ കഴിഞ്ഞു. അതും ലവ് മാരേജ്. കണ്ടു, പരിചയപ്പെട്ടു, പ്രേമിച്ചു, കെട്ടി. എല്ലാം പെട്ടെന്നായിരുന്നു. 6 ദിവസം അത്രേ ഉള്ളൂ. 6 ദിവസമോ? ആ, 6 ദിവസം കൊണ്ടൊക്കെ ഒരു കല്യാണം നടക്കൂടാ? പിന്നെ നീ ഭയങ്കര സാധനമാ. അച്ഛാ, 2 പേരും വീട്ടിൽ ഒന്നരേ പോകാവൂ. ഓ, അതെ, ഫുൾ റെസ്റ്റ് എടുക്കേണ്ട പേഷ്യന്റാ. 2 പേരും ഒന്ന് പുറത്തേക്ക് നിൽക്കോ. ഓ. ശരി ചേച്ചി. എന്നാലും എന്റെ അച്ചായ സംഗതി പൊന്നും കൂടാണ്. കൺട്രോള് പോവല്ലേ? മനസ്സിൽ സ്നേഹം തോന്നിയാ പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം അറിയാണ്ട് ഡീസന്റ് ആയി പോകും. അത് വളരെ ശരിയാണ്. സത്യം. എടിയേ, വേണ്ട ഭക്ഷണം ഒന്നും ഉണ്ടാക്കേണ്ട. ഐറ്റംസ് ഒക്കെ അവിടെ എത്തും. ഞങ്ങൾ 1 മണിക്കൂറിനകം വരും. ദാ വരുന്നടി. വൈഫാ? ആ, ലെഗിനിപ്പോ എന്നാ ചാർജ്? ഇപ്പൊ പീസ് റേറ്റ് അച്ചായ. കാല് മുഴുവനാണെങ്കിൽ 25, മുട്ട് വരെ 20, പിന്നെ ഉപ്പിറ്റി മാത്രം കട്ടിയാണെങ്കിൽ 10. പോരാ, റേറ്റ് കൂട്ടണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പൊ നല്ല റേറ്റാ. ഞാൻ ആദ്യം കൂട്ടിയത്. പിന്നെ എമർജൻസി ആണെങ്കിൽ ഞങ്ങൾ കുറച്ച് കൂട്ടി മേടിക്കും. ഇപ്പൊ ഇന്ന് തന്നെ താലൂക്ക് ഓഫീസിൽ ഒരു യൂഡിയുടെ കാല് കക്ഷി ഓഫീസിലോട്ട് പോണ വഴിയായിരുന്നു. 30 മേടിച്ചു. എടാ, UDF ആയാലും LDF ആയാലും അവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കും. നമുക്കാരും ശമ്പളം തരാനില്ല. അതുകൊണ്ട് ചെയ്യുന്ന പണിക്ക് കൃത്യമായ കൂലി അത് വാങ്ങിച്ചോ. പിന്നെ ചേച്ചിയെ, ഇച്ചാനി കാണുന്ന പോലെ ഒന്നും അല്ലാട്ടോ. ബഹുമുഖ പ്രതിഭയാ. ജയിലിലെ പ്രൊഫസറാ. എന്നും അച്ചായന്റെ വക ക്ലാസ് ഉണ്ടാവും. മോഷണത്തിലെ പുത്തൻ വഴികൾ, കൊലപാതകത്തിന്റെ പുതിയ മാർഗങ്ങൾ, FIRലെ ലൂപ്പ് ഹോൾസ്,
പോലീസുകാരുടെ മനഃശാസ്ത്രം, നിയമത്തിലെ പഴുതുകൾ. ഇതാരാന്ന് വെച്ചാ ജയിലർ വാസുദേവൻ സാറ്. എന്നു വന്ന തിരക്കണത് ആരെയാ? അച്ചായനെ സംശയങ്ങൾ ചോദിക്കാൻ. ഓ ഒന്ന് നിർത്തണ്ട സാബുവേ, എനിക്ക് ഈ പുകഴ്ത്തി പറയുന്നതേ ഇഷ്ടമല്ല. നമ്മളെ പറ്റി നിന്നെ പോലെയുള്ള നല്ല ആളുകൾ നല്ല രണ്ട് വർത്തമാനം പറഞ്ഞ കേൾക്കുന്നവര് വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിട്ട് പറയിപ്പിക്കുവാന്ന്. അതുകൊണ്ട് വേണ്ട, ഗുളിക കഴിച്ചോണേ. അച്ചായനാളെ മനസ്സിലായോ? പിന്നെ എനിക്ക് മനസ്സിലായി. ആരാ? നിന്റെ അമ്മച്ചി, എന്റെ ഭാര്യ. ഈ ചേട്ടത്തിയോ? ആ, ഇവളെ കെട്ടിയതുകൊണ്ടാണല്ലോ എനിക്ക് ചേടത്തി സാബുന്ന് പേര് വീണത്. എന്റെ അച്ചായ ഇവൾക്ക് വാറ്റായിരുന്നു പണി. ഞാൻ അങ്ങനെ വാറ്റടിക്കാൻ ചെന്നതാ. ടച്ചിങ്സിന് തന്നത് പ്രേമം. പിറ്റിന്റെ പുറത്ത് ഞാൻ ചോദിച്ചു പോരുന്നോന്ന്. ചോദിച്ചു തീരും മുമ്പേ പോരാൻ പെട്ടി റെഡി പോന്നു. ഈ പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. എന്നാലും എന്റെ സാബുവേ, നീ വെസ്പ സ്കൂട്ടർ ഓടിക്കേണ്ട പ്രായത്തിൽ ബെൻസ് ലോഡ് ഓടിച്ച ശരിയായില്ല. അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എന്ത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയാലും സംഗതി ഇതല്ലടാ പീസ്. അച്ചായനെ കുറിച്ച് സാബുച്ചാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അല്ല, മാഡത്തിന്റെ തലവേദനയൊക്കെ മാറിയോ? മാടോ? അതൊക്കെ അവളെ ഡീസന്റാ. പോ സാബുച്ചായ. വാ മേഡം വാ. അച്ചായൻ വാ. മാഡത്തിന് കുടിക്കാൻ എന്നാ വേണം? ചായയോ കാപ്പിയോ? ചായ മതി. ഷോ, ആ മുഖമൊക്കെ ഒന്ന് കഴുകിക്കേ. കണ്ടാലേ അറിയാം ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. നല്ല പുട്ടും കടലയുണ്ട്, അത് കഴിക്കാം. വിശപ്പില്ല. എന്നാലും കഴിക്കണം. പുളി കഴിക്കേണ്ടതല്ലയോ? കൈ കഴുകിട്ട് വാ, പുറത്ത് വെള്ളം ഇരിപ്പുണ്ട്. ആ ചെല്ലുന്നേ. ആ നിന്റെ ചെറുതി കാച്ചതാ. പിന്നല്ലാതെ എന്റെ അച്ചായ അവളുടെ വാറ്റ്. അവളെന്റെ മഹാലക്ഷ്മി അച്ചായ, മഹാലക്ഷ്മി. മഹാലക്ഷ്മി പോയിട്ട് ഒരു കുഞ്ഞലക്ഷ്മി പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതെങ്ങനെ? കാരണവന്മാരുടെ കയ്യിൽ ഇപ്പം അങ്ങനെയല്ലേ? കുടുംബത്തുണ്ടായിട്ടുള്ള സന്തതി പരമ്പരകൾ മുഴുവൻ കണ്ടവന്റെ മുതൽ മുട്ടിച്ചല്ലേ ജീവിക്കുന്നത്. കള്ളനും കാവടിയും ആരെങ്കിലും പെണ്ണു കൊടുക്കൂ? അല്ല അച്ചായ, ഈ അടിപിടിയും ചില്ലറ മോഷണമല്ലാതെ വെട്ടും കുത്തൊന്നും അച്ചാൻ ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, വണ്ടിക്കകത്തുനിന്ന് കൊട്ടേഷൻ റേറ്റ് പറഞ്ഞു കേട്ടു. ഇനി പണി തുടങ്ങിയ? സത്യത്തിൽ അവള് കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാനൊരു ഭയങ്കര സംഭവം എന്ന് വിചാരിച്ചോട്ടെ. അച്ചായന്റെ ഒരു ബുദ്ധി. ആ, ബീഫ് ഒലത്തിയതാ. ഓ, എന്റെ അച്ചായ ഇവളുടെ ബീഫ്. അതെ 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 അതെ. നമ്മുടെ പെങ്കൊച്ച് പുട്ടും കടലയും കഴിക്കുക. എന്റെ അച്ചായ ഇവളുടെ പുട്ടും കടലയും. ഒന്ന് പോ സാവുച്ചായ. അനമേ, ആ അച്ചായനെ കുറിച്ച് ഒരു നല്ല 4 ഡയലോഗ് അവരുടെ അടുത്ത് കാച്ചേക്കണം. അവരൊന്ന് റൊമാൻറ്റിക് ആവട്ടെ. ഇപ്പോഴേ ആണെന്നാ എനിക്ക് തോന്നുന്നു. അച്ചായനോട് ഇഷ്ടമുള്ളത് കൊണ്ടാ അച്ചായൻ കൂടെ വരണമെന്നാ കൊച്ചു പറഞ്ഞത്. ആ, ശരിയാ. ഇഷ്ടമുള്ള പുരുഷന്റെ കൂടെ ഒരു പെണ്ണ് പോകത്തുള്ളൂ. അല്ല അച്ചായ? ഒന്ന് പൊടി കൂടകള്ള. നിന്റെ ബുദ്ധി ഭയങ്കരമാണല്ലോടാ. സംഗതി സൂപ്പർ ആയിട്ടുണ്ട്. ഇതേക്കും സാംസൺ അച്ചായൻ എന്ന് പറഞ്ഞ ആരാ? മുത്താ, മുത്ത്. ആ മുത്തിന്റെ കൂടെ മാടം കൂടെ കൂടുമ്പോ മുത്തോട് മുത്ത്. മാടത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാ മാടത്തിനോട് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. ദേ, ഇഷ്ടമുള്ള പെണ്ണിനെ പുരുഷൻ കൂടെ കൊണ്ടു നടക്കൂ. എന്റെ കൈ പിടിച്ച് സാവിച്ചാന് കൊടുത്തതേ അച്ചായനാ. അന്ന് വന്നപ്പോൾ പറഞ്ഞു മാടത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. സംഗതി കഴിയുന്നു പോയി. അച്ചായന്റെ മനസ്സ് മുഴുവൻ മാടത്തിനുള്ള സ്നേഹമാ. കഴിഞ്ഞ ആഴ്ച അല്ല, ഞായറാഴ്ച, ഈ ആഴ്ചയാ. പനി എങ്ങനെയുണ്ട്? ആ നെറ്റിയിലോട്ടൊന്ന് കൈവച്ച് നോക്കച്ചായ. ഒന്ന് നോക്കിയേ. അച്ചായ നോക്കിയാലല്ലേ ചൂടറിയുള്ളൂ. നോക്ക്. ഈ അച്ചായന്റെ ഒരു നാണം വേണം. അന്യൊന്നും അല്ലല്ലോ. അങ്ങോട്ട് നോക്കച്ചായ. അങ്ങോട്ട് നോക്കച്ചായ. നോക്കല്ലേ? ചൂടുണ്ടോ? സൂക്ഷിച്ചു നോക്കിയാ ചൂടുണ്ട്. ആ, ഇതാരടാ ഗുച്ചപ്പേടോ? അന്നമ്മേ, സുബേറാ. കൂടെ ആടുണ്ട്, ചെമ്പുണ്ട്. അച്ചായൻ ഇന്ന് അന്നമ്മയുടെ വക ആട് ബിരിയാണി. എന്റെ അച്ചായ ഇവളുടെ ആട് ബിരിയാണി. ആഹാ, ഇന്നലത്തെ സെക്കൻഡ് ഷോ കളക്ഷനാ. സെക്കൻഡ് ഷോ? ആ, ആൾക്കാർ സെക്കൻഡ് ഷോ കാണാൻ പോകുന്ന നേരത്തെ മോഷണം. വീട്ടിലാരും കാണില്ല. അത് ശരിയാ. ഇതുപോലെ പണ്ട് ടി വിയിൽ ഷക്കീലായുടെ പാതിരാപ്പടം ഉണ്ടായിരുന്ന കാലത്ത് നല്ല ഗോളായിരുന്നു. പെരക്കി തീ പിടിച്ചാൽ പോലും ആളുകൾ ഇരിക്കുന്നിടത്ത് അനങ്ങത്തില്ല. ടി വിക്കാരാത് നിർത്തിയോടെ ആ കോളും പോയി.
എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഞാൻ പറയില്ലേ? എവിടെ സാബു? അല്ല ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എങ്ങോട്ടാണാവോ പോയത്? നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. അവനൊന്ന് രാവിലെ വെട്ടിയെടുത്തതേ ഒരു സർക്കാർ ദിവസത്തിന്റെ കാല. അയ്യോ അതൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ആരാടാ നീ? ഏതാടാ ഇവള്? അയ്യോ ഞങ്ങൾ ഗസ്റ്റാ സാറേ, അതിഥി ദേവോ ഭവ. ഇവന്മാരുടെ ഒക്കെ പണിയെന്നായിരിക്കും നിനക്കും അല്ലടാ? സർ ഇവിടെ ആരുമില്ല, എല്ലാരും ഓടിക്കളഞ്ഞു. മടിയിലിട്ട് വളർത്തിക്കോ നീ അവനെ. എവിടെ ഒളിച്ചാലും ഞാൻ അവനെ പൊക്കും. അത് കഴിഞ്ഞ് നിന്നെ. അയ്യോ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ സാറേ? അന്നമ്മേ പൊക്കൊന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതിന് തിളപ്പിച്ച വെള്ളത്തിൽ അവർ തന്നെ കുളിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സാറും വെറുതെ തിളപ്പിക്കാൻ നിൽക്കണ്ട, ചെല്ല്. വാടോ. സാംശായോ? എന്തോ സാബു എവിടെ? എടാ സാബു, ഈ ഒടുക്കത്തെ ബുദ്ധി ആരുടെയാടാ? ഒക്കെ അന്നമ്മയുടെ അച്ചായ. ഓ ചേടത്തി അന്നമ്മയല്ല, പൊന്നമ്മയാ. പൊന്നമ്മ സാബു. ഞാനിനി ഇവിടെ ഒന്ന് ഒരാഴ്ച നിൽക്കാൻ പോവുക. ഇതിനൊക്കെ ചേർത്തി എനിക്കൊരു സ്റ്റഡി ക്ലാസ് എടുക്കണം. എടാ കുഞ്ഞെ, നീ ചേച്ചിയുടെ ബാഗ് ഒന്ന് ഞങ്ങള് പോയേക്കുവാ. അതൊന്ന് പോക്കച്ചായ. നമ്മൾ വിശാലായിട്ടൊന്ന് കൂടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ പോയി, ഒരുപാട് ദൂരം പോകണം. പോണ വഴി നമ്മുടെ ദാസന്റെ വീട്ടിലൊന്ന് കയറണം. എടാ ഞങ്ങളാ ബസ് സ്റ്റോപ്പിലൊന്ന് ഇറക്കണം. നീ വരണ്ട, പോണ വഴി ആ എസ് ഐ എങ്ങാനും കണ്ടാലോ. ചെല്ലടാ. രണ്ടുപേരും ഒന്ന് ചേർന്ന് നിന്ന്. ദീർഘസുമംഗലി ഭവ. എന്തെങ്കിലും വിശേഷം ഉണ്ടെ അറിയിക്കണേ.